അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വർക്ക്ഔട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഗോൾസ് അതെല്ലാം ഓൾറെഡി മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് ഒരു നിങ്ങളുടെ വർക്ക്ഔട്ട് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. കാരണം ന്യൂ ഇയർ കഴിഞ്ഞ് 2 വീക്സോളം ആയല്ലോ. ആക്ച്വലി ഇത്രയും ദിവസം നിങ്ങൾ ചെയ്തത് വാം അപ്പ് ആയിരുന്നു. കാരണം നമ്മുടെ ബോഡി ഒരു പുതിയ കാര്യം ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു സമയമായി, മനസ്സിലായോ? ആക്ച്വലി ആ സമയത്താണ് നമ്മുടെ യഥാർത്ഥ വർക്ക്ഔട്ട് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വാം അപ്പ് ആയിട്ടാണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പൊ നമ്മുടെ പുതിയ ഞാനും ഇപ്പോ കുറച്ച് നാള് ഒരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞ ഒരു ഇഞ്ചുറിക്ക് ശേഷം ബ്രേക്ക് എടുത്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോണ്. സോ ലെറ്റ്സ് ഗോ ഓൺ എ വർക്ക്ഔട്ട് ജേർണി ടുഗെദർ. ഒരു വർക്ക്ഔട്ട് റൊട്ടീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് അതിലെ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ വർക്ക്ഔട്ട് റൊട്ടീൻ അല്ലെങ്കിൽ വർക്ക്ഔട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. പല ആൾക്കാർക്കും പല വർക്ക്ഔട്ട്സ് ആണ് ഇഷ്ടമാവാറ്. ചില ആൾക്കാർക്ക് ഇഷ്ടം ജിം ആയിരിക്കും, ചില ആൾക്കാർക്ക് ഡാൻസ് ആയിരിക്കും, പിലാറ്റെ ആയിരിക്കും, അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക്ഔട്ട്സ്. ഞാൻ ആക്ച്വലി ജിമ്മിൽ പോകുന്നതിന് എപ്പോഴും 2 വീക്സ് മുമ്പ്, ഞാൻ എപ്പോഴെങ്കിലും ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അതിന് 2 വീക്സ് മുമ്പ് ആദ്യം ഞാൻ ചെയ്യുന്നത് പിലാറ്റെ ആയിരിക്കും, അല്ലെങ്കിൽ യോഗ, പിലാറ്റെ ഓർ സുബ. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഞാൻ ആദ്യം ചെയ്യുന്നത്. കാരണം എന്റെ ബോഡിയെ ഞാൻ പതിയെ ഒന്ന് വാം അപ്പ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ സ്ട്രെയിറ്റ് ജിമ്മിൽ പോയി കുറച്ച് വെയിറ്റഡ് വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആദ്യത്തെ ഒരു 2 വീക്സ് യോഗ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജിമ്മിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ സ്റ്റാർട്ടിങ് ജിമ്മിലാണ് പോകാൻ താല്പര്യമെങ്കിൽ ആദ്യം കാർഡിയോ സെഷൻസും അതുപോലെയുള്ള കുറച്ച് ലൈറ്റ് കോർ വർക്ക്ഔട്ട്സും ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് തോന്നിയത്. ജിമ്മിൽ പോയി മാത്രമേ വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്ത് മാത്രമേ വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാന്ന് മാത്രമല്ല ടോൺഡ് ആയിരിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഒരു നിർബന്ധമില്ല. യു ക്യാൻ ഡു വാട്ട് എവർ വർക്ക്ഔട്ട്സ് യു ലൈക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, എന്ത് ടൈപ്പ് ഓഫ് വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ അതിൽ ആ വർക്കൗട്ടിൽ നിന്ന് അവസാനം നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന് ഏത് ടൈപ്പ് ഓഫ് വർക്കൗട്ട് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നതും ഞാൻ ഏറ്റവും സജസ്റ്റ് ചെയ്യുന്നതും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് വർക്കൗട്ടുകൾ ഒരുമിച്ച് ചേർത്തൊരു റൊട്ടീൻ ഉണ്ടാക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പല ടൈപ്പ് ഓഫ് വർക്കൗട്ട് ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ കാര്യം, നമുക്ക് ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മടുക്കുക എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. പല ടൈപ്പ് ഓഫ് വർക്കൗട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മടുപ്പ് തോന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ബോഡി കുറച്ചുകൂടെ മൊബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും കൂടുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വർക്ക്ഔട്ട് റൊട്ടീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും വിചാരിക്കും ഓക്കെ ഇന്ന വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര ഇന്റൻസിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ ട്രസ്റ്റ് മീ, ഡയറ്റ് ആണ് ഇതിന്റെ എല്ലാം ബേസിസ്. നമുക്കൊരു പ്രോപ്പർ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് ഇല്ലെങ്കിൽ ഈ എടുക്കുന്ന വർക്കൗട്ടും ചെയ്യുന്ന എഫേർട്ടും എല്ലാം വേസ്റ്റ് ആയി പോത്തേ ഉള്ളൂ. സോ ഡയറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ആ ഡയറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം, ജസ്റ്റ് അവരുടെ ഹെൽത്ത് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്യുക, കംപ്ലീറ്റ്ലി കാലറി കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വളരെ ഇന്റൻസ് അവസ്ഥയിലേക്ക് പോവാന്നുള്ളതാണ്. നിങ്ങൾ 5 ദിവസം കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്തിട്ട് 6ാമത്തെ ദിവസം ഒരു ബണ്ടിൽ ഓഫ് സാധനങ്ങളെ ഒരു ഒരു ലാർജ് എമൗണ്ട് ഓഫ് ജങ്ക് ഫുഡ് കഴിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾ 5 ദിവസം എടുത്ത ഷുഗർ കട്ടിന്റെ ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സോ പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡയറ്റിലായാൽ പോലും ഒരു മീഡിയം ലെവൽ ഓഫ് ഇന്റൻസിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ആദ്യം ഷുഗർ കട്ട് കംപ്ലീറ്റ്ലി ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, എനിക്ക് ഇഷ്ടമുള്ള ഒരു ചായയോ കോഫിയോ പോലും കുടിക്കാതിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ടയേർഡാണ്. എന്റെ ബോഡിയെ ഞാൻ കംപ്ലീറ്റ്ലി ഒരു റൊട്ടീനിൽ നിന്ന് പറിച്ചു നട്ടപ്പോ എനിക്ക് പറ്റിയത് ഞാൻ കംപ്ലീറ്റ്ലി ടയേർഡാണ്. ഞാൻ ഷുഗർ കഴിക്കുന്നുണ്ടായിരിക്കില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗ്ലാസ് ചായയോ കോഫിയോ കുടിക്കുന്നുണ്ടാവില്ല, പക്ഷേ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ടയേർഡാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആക്ച്വലി ഒരു വർക്കൗട്ടിൽ നിന്ന്, ഒരു ഡയറ്റിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോ കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര സാഡ് ആയിട്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലോ 6ാമത്തെ ദിവസം ഒരു പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ചെയ്ത് നമ്മളെ ബോഡിയെ ഡിപ്രൈവ് ചെയ്തതിന് കാര്യം ഉണ്ടാവില്ല. സോ ബെറ്റർ ലോ ഇന്റൻസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ കോഫി വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത് വന്നൊരു റൊട്ടീനെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്
കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ തന്നെ ഗീവ് അപ്പ് ചെയ്ത് പോകും. അതൊരു പ്രശ്നമൊന്നും അല്ല കേട്ടോ. അത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടോ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ട് വന്ന ഒരു റൊട്ടീനിന്ന് മാറ്റം വരുമ്പോൾ നമ്മുടെ ബോഡി കുറച്ചു കാലം കഴിഞ്ഞ് അതിലേക്ക് തന്നെ തിരിച്ചു പോകും, നമ്മൾ ഇത്ര ഇന്റൻസിറ്റി കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചോളൂ, കുഴപ്പമില്ല. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു 3-4 പീസ് കേക്കും കഴിക്കുന്നതിനേക്കാളും ബെറ്റർ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് ചായ കുറച്ച് പഞ്ചസാരയിട്ട് കുടിച്ചോളൂ. അതിന് പ്രശ്നമല്ല, മനസ്സിലായോ? അപ്പോ അല്ലാണ്ട് അതാണ് ഞാൻ പറയുന്നത്, ഭയങ്കരമായിട്ട് കാലറി കട്ട് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ സ്റ്റാർവ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ബോഡിക്ക് നല്ലതിനേക്കാളും അതിന്റെ മോശം എഫക്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആദ്യം നിങ്ങളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങൾ ഒരു ജിമ്മിൽ പോയി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക്ഔട്ട് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് ഒരു ഡയറ്റ്, അതിന്റെ കൂടെ ഒരു ഡയറ്റും എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കുക. വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്ലാസ് ചായയിൽ പഞ്ചസാര ഇട്ട് കുടിച്ചോളൂ, പക്ഷേ പുറത്തുനിന്ന് പോയി ഒന്നും കഴിക്കാതിരിക്കുക. റെസ്റ്റോറൻറ്റ്സിൽ പോയി അല്ലെങ്കിൽ പാക്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കഴിക്കാതിരിക്കുക. വീട്ടിൽ കഴിക്കുമ്പോൾ ചായയോട് ബിസ്ക്കറ്റ് കഴിക്കരുത്, അത് വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് പുറത്തുനിന്ന് പാക്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളും പുറത്തുനിന്നുള്ള കാര്യങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഓയിലി ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല, അത് നമ്മൾ വല്ലപ്പോഴും നമ്മൾ എവറിബഡി ഹാസ് എ ചീറ്റ് ഡേ ആൻഡ് നമ്മൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, ഈ എപ്പോഴും സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഓർഡർ ചെയ്ത് കഴിക്കുക, ആ പരിപാടികളൊക്കെ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കേണ്ട കാര്യം. നിങ്ങളൊരു വർക്ക്ഔട്ട് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം വാങ്ങേണ്ടത് യോഗ മാറ്റ് അല്ല, ഗ്ലൗസ് അല്ല, അതൊന്നും അല്ല. ആക്ച്വലി ഒരു ബോട്ടിലാണ്. എന്തിനാണെന്നറിയാമോ? വെള്ളം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു സമയത്ത് വെള്ളം ഒട്ടും കുടിക്കാത്ത ഒരാളായിരുന്നു. അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നത്. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഒട്ടും വെള്ളം കുടിക്കാൻ താല്പര്യമേ ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ എന്റെ വർക്ക്ഔട്ട് റൂട്ടീൻ, എനിക്ക് ഹെൽത്തി ആവണം, ഞാൻ ഒരു സമയത്ത് കുറച്ച് ഓവർ വെയിറ്റ് മാത്രമല്ല, ഞാൻ വളരെ എന്റെ ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അതൊന്ന് മാറണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ചെയ്ത ആദ്യത്തെ കാര്യമാണ് ഒരു ബോട്ടിൽ മേടിച്ചു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. എപ്പോഴും ഒരു ബോട്ടിൽ കയ്യിലുണ്ടാവുക. എവിടെ പോയാലും നിങ്ങൾ അത് എടുത്തിട്ട് പോവാ. നിങ്ങൾ റൂമിൽ നിന്ന് ഹാളിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോവാണെങ്കിൽ ബാഗിൽ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം ക്യാരി ചെയ്യുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വെള്ളം തയ്ച്ചോളൂ. അതാണ് അതിന്റെ കാര്യം. നമ്മൾ ഇന്റൻഷൻ, നമ്മൾ ആ കുപ്പി കൂടെ കൊണ്ട് നടന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്റൻഷൻ ആയിട്ട് ഇന്ന സമയത്ത് കുടിക്കണം എന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ അറിയാതെ തന്നെ വെള്ളം എടുത്ത് കുടിച്ചു. അതുപോലെയാണ് നമ്മൾ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് കൊണ്ട് നടന്ന കുറെ നേരം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അത് പൊട്ടിച്ച് കഴിച്ചു പോകും. അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ട് നമ്മൾ ബാഗിൽ ഇട്ടുന്ന എപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ അതെടുത്ത് കഴിക്കും. അപ്പൊ അതിന് പകരം നമ്മൾ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളമാണ് കൊണ്ടുപോകുന്നെങ്കിൽ നമ്മൾ ഇൻവോളണ്ടറിലി തന്നെ നമുക്ക് ദാഹിക്കും, നമ്മൾ വെള്ളം കുടിക്കും. എനിക്കറിയാം ചില ആൾക്കാർക്ക് വെറും വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഫ്യൂസ്ഡ് വാട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. വേറൊന്നുമല്ല, ജസ്റ്റ് ഒരു പീസ് ഓഫ് ലെമണോ അല്ലെങ്കിൽ ക്യുക്കുംബേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറെ ടൈം പീരീഡിൽ വെച്ചിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ വെള്ളത്തിന്റെ ഒരു അതിനൊരു വെള്ളത്തിന് വേറെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കുടിക്കാനാണെങ്കിൽ ഒരു 3 hours ഒക്കെ ഇടയിൽ നിങ്ങൾ കുടിച്ച് തീർക്കും എന്നുണ്ടെങ്കിൽ ഇൻഫ്യൂസ്ഡ് വാട്ടേഴ്സ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വെറും വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും എളുപ്പവും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എഫേർട്ട് എടുത്ത് ഒരു ഇൻഫ്യൂസ്ഡ് വാട്ടർ ഉണ്ട്. ഡയറ്റിന്റെ വേറെ കാര്യം പറയുകയാണെങ്കിൽ, എപ്പോഴാണ് നമുക്ക് ഡയറ്റ് എടുക്കുന്നത് ഡിഫിക്കൽട്ട് ആവുന്നത്? നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മൾ കഴിക്കാതിരിക്കുമ്പോഴാണ്, അത് നമുക്ക് വേണ്ട എന്ന് വെക്കേണ്ടി വരുമ്പോഴാണ്. അപ്പൊ ഞാൻ അതിനെ ഞാനൊരു വളരെ വലിയ ഫുഡിയാണ്. ഇപ്പോഴും ഞാൻ പുറത്തു പോയി കഴിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ 6 ദിവസം ഞാൻ ഡയറ്റ് എടുക്കും. 7 നിന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്നെ ട്രീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ 7 ദിവസവും ഒരു മനുഷ്യനും ഇഷ്ടമുള്ളത് കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്ക് ഈ 6 ദിവസം നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ള. ഒരു ദിവസം നമുക്ക് ട്രീറ്റ് കൊടുക്കാം, പക്ഷെ ഈ 6 ദിവസവും നമുക്ക് ട്രീറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 6 ദിവസം നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ് ഈ ഫുഡ്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡില്ലാതെ. അപ്പൊ ഞാൻ ആ സമയത്ത് കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡിനേക്ക് ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചു. എനിക്ക് ഏത് ഫുഡാണോ ഇഷ്ടം അതിന്റെ നേരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് നൂഡിൽസ് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇൻസ്റ്റന്റ് നൂഡിൽസുകൾ, നമ്മുടെ പാക്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് നൂഡിൽസിന് പകരം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഹോൾ വീറ്റ് നൂഡിൽസ്. ആക്ച്വലി അത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് അതിന് തന്നെ നമുക്ക് പല ഫ്ലേവേഴ്സ് ആയി. ഇപ്പൊ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒക്കെ അവർ പാക്ഡ് ആയിട്ട് വരുന്ന കുറച്ച് ഫ്ലേവേഴ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നൂഡിൽസ് ഉണ്ടാക്കി എടുക്കാം എന്നൊക്കെ. അത്
കുക്ക് ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷം എനിക്ക് പിന്നെ തിരിച്ച് ഇൻസ്റ്റന്റ് നൂഡിൽസ് കഴിക്കാനേ തോന്നില്ല. കാരണം ആക്ച്വലി ഈ ഹോൾ വീറ്റിന് നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡിനാണ് ഭയങ്കര ടേസ്റ്റ് എന്ന്. അതിന്റെ ഓൾട്ടർനേറ്റീവ് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ഇറ്റ് ഈസ് ഫാർ ഫാർ വേ മോർ ടേസ്റ്റിയർ ദാൻ ഓൾ ദി അതർ ജങ്ക് ഫുഡ്. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് 15 മിനിറ്റ് റെസിപ്പീസ് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്റെ ചാനലിൽ തന്നെ ഒരു വ്ളോഗില് ഞാൻ ഇഫ് ഐ എം നോട്ട് റോങ് നോ ഓയിൽ ബിരിയാണി കാണിച്ചിട്ടുണ്ട്. എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും ബിരിയാണി കഴിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ബിരിയാണി കഴിക്കണം, പക്ഷെ ഞാൻ ഓയിൽ ഇല്ലാണ്ട് ഉണ്ടാക്കും. എനിക്ക് പിസ്സ കഴിക്കണം, ഞാനത് ഹോൾ വീറ്റിൽ ഉണ്ടാക്കും. സോ ഐ തിങ്ക് ദിസ് ഈസ് ദ മൈൻഡ് സെറ്റ് വി നീഡ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരിക്കലും നമ്മൾ ഭയങ്കര എന്തോ കഷ്ടപ്പെടുകയാണ് എന്ന് തോന്നില്ല. കാരണം നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ നാൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ലോങ് റണ്ണിൽ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഇഷ്ടമുള്ള റെസിപ്പീസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് എളുപ്പമായിരിക്കണം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം നമുക്ക് മീൽ പ്രെപ്പ് ചെയ്യാൻ പറ്റും. അതൊരു വളരെ നല്ല ഓപ്ഷനാണ്. ഇല്ലെങ്കിലും നമുക്കൊരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഉണ്ടാക്കിയില്ലെങ്കിൽ എത്ര കുക്കിംഗ് ഇഷ്ടമുള്ള ആളായാലും നമ്മൾ മടുത്തു പോകും എല്ലാ ദിവസവും കുക്ക് ചെയ്യുമ്പോൾ. സോ അതാണ് വേറെ ഇമ്പോർട്ടന്റ് കാര്യം. എല്ലാവരും വിചാരിക്കുന്നത് ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസ് ഉണ്ടാക്കാനായിട്ട് എയർ ഫ്രയർ, അവൻ, അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് കുക്കറിലും ആക്ച്വലി പ്രഷർ കുക്കറിൽ നമുക്ക് ഇഷ്ടം പോലെ റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിലും നമ്മുടെ നോർമൽ പാൻ, നോൺ സ്റ്റിക് പാൻ അല്ലെങ്കിൽ നോർമൽ പാനിൽ തന്നെ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ക്യൂസീൻസ് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ജിമ്മിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറെ നാള് ഒന്നും വർക്കൗട്ട് ഒന്നും ചെയ്യാതെ ഞാൻ ആ ഫ്ലോന്ന് അങ്ങ് വിട്ടുപോയ സമയമായിരുന്നു ഒരു 2 years ബാക്ക്. അപ്പൊ ഞാൻ അത്യാവശ്യം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഭയങ്കര അൺഹെൽത്തി ആയിരുന്നു. എന്റെ എന്താ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. അപ്പൊ എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ റെഡിയായി ഞാനിങ്ങനെ എന്നെ പുഷ് ചെയ്യാണ്, പോണം. എന്നാലും ഞാൻ പറയില്ലേ, ബോഡി നമ്മളെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറെ നാളായിട്ട് ഞാൻ എവിടെയും പോവാത്ത ഒരാളാണ്, വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക് തിരിച്ചു പോകാൻ. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ക്യൂട്ട് ഔട്ട്ഫിറ്റ്സ് ഒക്കെ മേടിച്ചു എല്ലാ ദിവസവും അത്യാവശ്യം നന്നായിട്ട് ഡ്രസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ആ കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് വേറെ ആരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, വേറെ ഒരാൾക്ക് നമ്മളെ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല. ആ കണ്ണാടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരാണ് എന്ന് നമുക്ക് തോന്നണം. നമ്മളെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനേക്കാളും വലുതായിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ് ചെയ്ത് ഞാൻ എല്ലാ ദിവസവും പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ണാടി നോക്കി, ഓക്കെ ഐ എം ടേക്കിംഗ് ദിസ് എഫേർട്ട്, ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് എല്ലാ കാര്യങ്ങളും റെഡി ആയി ഞാൻ പോവാണ് എന്നുള്ളൊരു കാര്യം എന്റെ മൈൻഡിന് വീണ്ടും വീണ്ടും ഞാൻ റിമൈൻഡ് ചെയ്യിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് റെഡി ആയി പോവാണ്, ദെൻ പോയി പകുതി വഴിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നാളെ ആയാലും ഇനിയിപ്പോ പോകണ്ട. മറ്റേ നമ്മൾ ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല. ഇതേ സന്തോഷത്തിൽ നമ്മൾ പോയിട്ട് വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഇതൊക്കെ, ഇപ്പോഴൊന്നും അതിന്റെ ആവശ്യമില്ല, പക്ഷെ എനിക്ക് ആദ്യത്തെ സമയത്ത് ഇതൊക്കെ അത്യാവശ്യമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഞാൻ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നെ തന്നെ എനിക്ക് വീണ്ടും വീണ്ടും കോൺസ്റ്റന്റ്ലി അത് റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം ഗിവ് അപ്പ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. എന്റെ മൈൻഡും ബോഡിയും നമ്മുടെ ഒരു വർക്കൗട്ട് റൊട്ടീൻ നിർത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളെ ശരീരമല്ല തളരുന്നത്, ശരിക്കും മനസ്സാണ് തളരുന്നത്. അത് മനസ്സിനെ തിരിച്ചു ശരീരത്തിന് കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഉണ്ട്, പെട്ടെന്ന് നമുക്ക് റിക്കവറി കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ മനസ്സിനെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. ജിമ്മിൽ പോകുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന വേറെ മോട്ടിവേഷൻ എന്താണെന്ന് അറിയാം, നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയ സന്തോഷമാണ് അല്ലെ. നമ്മുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സോ ഒക്കെ. അപ്പൊ ജിമ്മിൽ പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ വലിച്ചുകൊണ്ട് പോവാ, കൂടെ ഒരു കൂട്ടുണ്ടെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും പോകാൻ. എല്ലാ ദിവസവും അവിടെ പോവാ, ഒരുമിച്ചിരിക്കുക, സംസാരിക്കുക. ഇതിന്റെ വർക്കൗട്ട് കഴിഞ്ഞുള്ള കുറച്ച് നേരത്തെ റെസ്റ്റ് ടൈം ഉണ്ടല്ലോ, അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇതെല്ലാം ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് നമ്മൾ സന്തോഷം തരിക എന്നുള്ളതും കൂടെ കണ്ടുപിടിക്കും. നമുക്ക് എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓരോ ബോഡി ഗോൾസ് ഉണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു ടോൺഡ് ബോഡിയാണ്. ലൈക്ക് ഫാറ്റ് ലോസ് ആണ് എല്ലാവരുടെയും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫാറ്റ് ലോസ് കഴിഞ്ഞിട്ടുള്ളത് ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് ടോണിങ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത്
നമ്മള് എല്ലാ ദിവസവും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ്, എല്ലാ ദിവസവും ഒരുപോലെ നിങ്ങൾ ഇരിക്കും എന്ന് വിചാരിക്കരുത്. നമുക്ക് പലതരം ഫേസസിലൂടെ, ഹോർമോണൽ ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. എനിക്ക് ആക്ച്വലി എന്റെ വർക്ക്ഔട്ട് റൊട്ടീൻ എന്റെ ഹോർമോൺസിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ചില സമയത്ത് ഞാൻ വളരെ ഇന്റൻസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്, ചില സമയത്ത് ഞാൻ ഇന്റൻസിറ്റി കുറച്ച് വർക്ക്ഔട്ട് ചെയ്യും, കാരണം എന്റെ ബോഡിക്ക് അപ്പൊ വേണ്ടത് അതാണ്. സോ എല്ലാ ദിവസവും ഞാൻ പറയാം, എല്ലാ തവണയും നിങ്ങൾ ഒരുപോലെ ഇരിക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ടോൺഡ് ആയിട്ടേ ഇരിക്കുള്ളൂ എല്ലാ ദിവസവും. നിങ്ങൾ എത്ര വർക്ക്ഔട്ട് ചെയ്താലും നമ്മുടെ ഹോർമോണിനനുസരിച്ച്, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, ഒരു റിയലിസ്റ്റിക് ബോഡിയെ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു മോഡലിനെ പോലെയോ അല്ലെങ്കിൽ ആരെങ്കിലും എഡിറ്റ് ചെയ്ത ഫോട്ടോസ് പോലെയോ നമ്മൾ ഇരിക്കില്ല. അത് നമ്മൾ നമ്മളൊരു ജേർണി തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടതാണ്, ഡോണ്ട് സെറ്റ് അൺറിയലിസ്റ്റിക് ഗോൾസ്. നമ്മുടെ ബോഡി നന്നായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സും, ബോഡി മാത്രമല്ല മനസ്സും ബോഡി, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. ഞാൻ ആരാണ്, എനിക്ക് എന്നെ ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരാളെ പോലെ ഇരിക്കുക എന്നുള്ളത് ചിന്തിക്കരുത്. അല്ലെങ്കിൽ വേറൊരാളെ പോലെ പോലും അല്ല, നമ്മളുടെ ബോഡി കംപ്ലീറ്റ്ലി സീറോ, ഏറ്റവും ലോ പെർസെന്റേജ് ഓഫ് ഫാറ്റില് ഏറ്റവും ടോൺഡ് ആയിട്ട് എപ്പോഴും ഇരിക്കണം എന്ന് വിചാരിക്കരുത്. ഓവുലേഷൻ ഫേസിൽ ഇരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് നമുക്കൊരു ഡ്രോപ്പ് ഉണ്ടാവും. അത് സ്ത്രീകളാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും, മെൻസ്ട്രേഷൻ കഴിഞ്ഞ് അത് തിരിച്ച് നോർമൽ ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും, നിങ്ങൾ എത്ര എഫേർട്ട്, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കുറച്ച് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ, ചില ഓവുലേഷൻ ഒക്കെ കഴിഞ്ഞ് മെൻസ്ട്രൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് പീരിയഡ്സിന്റെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എന്റെ ബോഡി ഒന്ന് തളരാൻ തുടങ്ങും, എനിക്ക് അത്ര എനർജി ഉണ്ടാവില്ല, കുറച്ച് ബ്ലോട്ടഡ് ആവും. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, ഇത്രയും ദിവസം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാണ്, ആൻഡ് സ്റ്റിൽ മൈ ബോഡി ഈസ് നോട്ട് ലുക്കിംഗ് ദ എക്സാക്ട് സെയിം തിങ് എല്ലാ ദിവസവും എന്ന് ഞാൻ അപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു, നമ്മുടെ ബോഡി എല്ലാ ദിവസവും ടോണ്ടായിട്ടിരിക്കില്ല. നമ്മുടെ ബോഡിയിൽ കടന്നു പോകുന്ന ചേഞ്ചസ് മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും കൂടെ നമുക്ക് പറ്റണം. അത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ബ്ലോട്ടഡ് ആയിരിക്കുമ്പോൾ, നമുക്കൊരു പീരിയഡ്സ് ആയിരിക്കുമ്പോൾ നമ്മൾ അത്രയും അയ്യോ എന്റെ ബോഡി ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല എന്ന് ആലോചിക്കരുത്. അത് ആലോചിച്ച് ഗീവ് അപ്പ് ചെയ്യാൻ തോന്നരുത്. അതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ ഇത്രയും നേരം നന്നായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാണ്, അഞ്ചു ദിവസം നമ്മൾ മോശമായിട്ടല്ലേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ആരെന്റെ അത് നമുക്ക് പോവാതിരിക്കാൻ തോന്നരുത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. അതാണ് ഞാൻ പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ ബോഡി ബ്ലോട്ടഡ് ആവും, കുറച്ച് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. എത്ര വർക്ക്ഔട്ട് ചെയ്താലും എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കുക, ആൻഡ് അതും നമ്മുടെ ഈ വർക്ക്ഔട്ട് ജേർണിയിൽ ഒരു പാർട്ടാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ പാർട്ടിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വേറൊരു കാര്യം. ഞാൻ 57, ഞാൻ ചിലപ്പോൾ 54 ആവാറുണ്ട്, 57, 60 വരെ പോവാറുണ്ട് വെയിറ്റ്. ആൻഡ് വെയിറ്റ് അല്ല ഇതിന്റെ ഒരിക്കലും വിചാരിക്കരുത്, വെയിറ്റ് അല്ല നിങ്ങളുടെ വർക്ക്ഔട്ടിന്റെ, നിങ്ങളുടെ ഹെൽത്തിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒരിക്കലും ആ വെയിങ് മെഷീനിൽ നോക്കി കുറഞ്ഞൊന്നോ കൂടിയൊന്നോ വിചാരിച്ച് സങ്കടപ്പെടരുത്. നമുക്ക് ചെയ്യാനുള്ള എനർജി ഉണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ, നമ്മുടെ സ്ട്രെസ് എങ്ങനെയാണ്, നമ്മൾ ഓക്കെ ആണോ എന്നുള്ളതാണ് നമുക്കൊരു വർക്ക്ഔട്ടിൽ നിന്ന് നമ്മൾ ഓക്കെ ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഒരു വർക്ക്ഔട്ട് നമുക്ക് തരേണ്ടത്. അതാണ് നിങ്ങളുടെ വർക്ക്ഔട്ട് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഒരു വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ജനറൽ ഐഡിയ എല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സമയമായി, ആൻഡ് ഐ ഗെസ് നിങ്ങൾക്കും വർക്ക്ഔട്ട് ചെയ്യാൻ സമയം. സോ ബൈ ബൈ ക്യൂട്ടീസ്.